നമ്മൾ മുമ്പ് കോൺവിക്റ്റ് സിക്ലിഡിൻ്റെ ബ്രീഡിങ്ങും അതിൻ്റെ കെയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് 1-2 വീഡിയോസ് ഇട്ടായിരുന്നു. അപ്പോൾ ചിലരൊക്കെ കമൻ്റ് ഇട്ടായിരുന്നു, ഇത് കോൺവിക്റ്റ് സിക്ലിഡൊന്നും അല്ല, ഇത് പോളാർ ബ്ലൂ ആണ്, ഇങ്ങേർക്ക് അറിയാഞ്ഞിട്ടാണെന്ന്. നമ്മൾ അധികം ഒന്നും പറയാൻ പോയില്ല. എന്നാൽ ഇന്ന് അതിനുള്ളൊരു മറുപടിയാണ് നമ്മുടെ വീഡിയോ. ഇന്ന് പോളാർ ബ്ലൂ സിക്ലിഡിൻ്റെ ബ്രീഡിംഗ് പെയറിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. 1-2 ബ്രീഡിംഗ് പെയർ അവിടെ ഉണ്ട്, പക്ഷേ മിനിമം ഒന്നിനെങ്കിലും കൊണ്ടുവരും നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ടാങ്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ആ പോളാർ ബ്ലൂവിനെ ബ്രീഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അതുപോലെ പോളാർ ബ്ലൂവിൻ്റെ ക്യാരക്ടേഴ്സും അതിനും കോൺവിക്റ്റും തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ പാരൻസ് ഏത് ക്രോസിൽ നിന്നാണ് ഇവന്മാർ വരുന്നത് എന്നുള്ളതും എല്ലാ കാര്യങ്ങളും കാണാം. അതിന് മുമ്പ് ടാങ്കിൻ്റെ പരിപാടി കുറച്ചുണ്ട്, അതൊന്ന് തീർത്ത ഉടനെ നമുക്ക് പരിപാടികളിലേക്ക് കിടക്കാം. എന്താ പറയുന്നു? അപ്പോൾ നമുക്ക് കിട്ടിയ ടാങ്ക് കണ്ടോ, ഇവിടെ തന്നെ ഇരുന്നൊരു പഴയ ടാങ്കാണ്. അത് ആദ്യം ഒന്ന് മിനുക്കി എടുക്കണം, അതാണ് ആദ്യത്തെ ജോലി. അപ്പോൾ ഇതിന് പിന്നെ ഫിൽട്രേഷൻ ചേമ്പറൊക്കെ ഉണ്ട്, സമ്പ് ഇതിനകത്ത് തന്നെ ബിൽറ്റിൻ സമ്പ് പോലെയാണുള്ളത്. അപ്പോൾ ഇത് 1 മീറ്റർ ലെങ്ത്തും, അതായത് ഈ വിഡ്ത്ത് 1 മീറ്റർ ഉണ്ട്, പിന്നെ 35 സെൻറ്റിമീറ്റർ വീതിയുണ്ട്, 40 സെൻറ്റിമീറ്റർ 42 സെൻറ്റിമീറ്ററോളം ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഈ ടാങ്ക് ധാരാളം മതി. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ 2 ചേമ്പർ ഇങ്ങനെ പോയി. അപ്പോൾ ഈ ടാങ്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇത് വെക്കാൻ നമുക്കൊരു സ്റ്റാൻഡ്, ഇപ്പോൾ മാനുവലായിട്ടൊരു സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടി വരും. ഇവിടെ 2 ചെയറൊക്കെ കിടക്കുന്നുണ്ട്, അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. എന്താടാ അവൻ നോക്കുകയാണ്, ഇവൻ എന്തൊരു വീഡിയോ ആണ് ഈ എടുക്കുന്നത്. നമ്മുടെ ബാക്ക് യാർഡിലാണ് പരിപാടികൾ മുഴുവൻ, അപ്പോൾ വെയിലിനൊരു കുറവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, തലപോയ തെങ്ങെന്നൊക്കെ പറയും പോലെ ഇരിക്കാനുള്ള സംവിധാനം പോയ 2 സ്റ്റൂൾ കിടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പലകകളും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമുക്കൊരു ക്യാബിനറ്റ് അടിച്ചെടുക്കാൻ പറ്റും. ക്യാബിനറ്റല്ല, ഒരു സ്റ്റാൻഡ്. ഓക്കെ, എന്തോ നമ്മുടെ അന്ന് സെറ്റ് ചെയ്ത ടാങ്ക് കണ്ടില്ലേ, പായൽ പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ കാര്യമൊന്നും നോക്കിയില്ല. അവന്മാർക്ക് നല്ല രാജകീയമായ സ്പേസ് കിട്ടിയപ്പോൾ ഇതവിടെ കിടന്നു. ഹൈറ്റൊന്നും സെയിം അല്ലേ, നമുക്ക് സെയിം ആക്കാം. ഇതിപ്പോൾ നമ്മൾ ആശാരിപ്പണിയാണ്. ഇന്ന് ആദ്യത്തെ ജോലി ആശാരിപ്പണിയാണ്. അത് കഴിഞ്ഞ് സ്റ്റാൻഡ് ആയതിനു ശേഷം നമുക്ക് ടാങ്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്ന് വെക്കാം. ആ ടാങ്കിൻ്റെ അടുത്തായിട്ട് തന്നെ വെക്കാം, എന്നാൽ എയറേഷൻ്റെ കണക്ഷൻ കിട്ടും. ഇതൊക്കെ റാക്ക് അടിക്കുന്നവരെ ഈ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ. റാക്കിനെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി ദിവസങ്ങൾ കുറേ, അത് നടക്കുമെന്ന് ഇപ്പോൾ സംശയം. അടിപൊളി ടേബിൾ റെഡി. ഇനിയിപ്പോൾ നമുക്ക് തെർമോക്കോൾ വെച്ചിട്ട് ടാങ്ക് വെക്കേണ്ട ഒരു കുറവേ ഉള്ളൂ കേട്ടോ. ഇത്രയും പണിയുള്ളൂ. നമ്മളെല്ലാത്തിനൊന്നും പൈസ കളയണമെന്നില്ല. അങ്ങനെ DIY ആയിട്ട് ഒരു അക്വേറിയം ടേബിൾ ഉണ്ടായി. ഈ പോളാർ ബ്ലൂ സിക്ലിഡ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഹൈബ്രിഡ് ടൈപ്പാണ്. ഇത് പാരറ്റ് സിക്ലിഡും അതുപോലെ തന്നെ കോൺവിക്റ്റ് സിക്ലിഡും കൂടെയുള്ള ഒരു ബ്രീഡിങ്, ഒരു ഹൈബ്രിഡ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മാൻമെയ്ഡ് ഫിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്കുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ കോൺവിക്റ്റിൻ്റെ അത്രയും ഒരു അഗ്രസീവ് അല്ല, എന്നാൽ അഗ്രസീവാണ് താനും. ഇവന്മാർ ഈ പെയറാവുന്ന ഒരു സമയം തുടങ്ങി കഴിഞ്ഞാൽ ഇവരൊരു ടെറിട്ടറി പിടിച്ചടക്കി പിന്നെ അങ്ങോട്ട് ഒരാളെ അടുപ്പിക്കില്ല. ഇവർ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയതിൽ ഏകദേശം ഒരു 60ഓളം കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഇവർ കാഴ്ചയിൽ കോൺവിക്റ്റുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പും പിന്നെ കുറച്ചൊരു സൈസ് കുറവാണ് കോൺവിക്റ്റിനേക്കാളും. പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് നമ്മൾ ഓരോ ആംഗിളിൽ നോക്കുമ്പോഴൊക്കെ കാണാൻ പറ്റും. ഇവരുടെ ലൈഫ് സ്പാൻ പറയുകയാണെങ്കിൽ ഒരു 6 വർഷത്തോളമാണ് ഇവർ ജീവിച്ചിരിക്കുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള ഡിഫറൻസ് അറിയുന്നത് കുറച്ച് എളുപ്പമാണ്. ഈ കോൺവിക്റ്റിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ്. ഇത് മെയിലിന് കുറച്ചൊരു റെഡിഷ് കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളേർഡ് ഫീമെയിലിന് ഇങ്ങനെയുള്ളൊരു രീതിയിലാണ് അതിൻ്റെ ചിറക് നോക്കിയിട്ടാണ് അത് പറയുന്നത്. ചിറക് മീൻസ് അതിൻ്റെ ഫിൻസ് അത് നോക്കിയിട്ടാണ് അങ്ങ് പറയുന്നത്. പിന്നെ ടാങ്ക് മേറ്റ്സ് ആയിട്ട് ആരെയും പറ്റില്ല, ഇവന്മാർക്ക് ഇവർ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ടാങ്കിൻ്റെ സൈസ് എത്ര ചെറിയ ടാങ്കാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഫിൽറ്റർ വേണ്ട,
പിന്നെ ഹീറ്റർ വേണ്ട, ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും വേണ്ട, എയറേഷൻ വേണ്ട, അതൊന്നും ഇല്ലെങ്കിലും ഇവർ നന്നായിട്ടിരിക്കും. കുറച്ച് സബ്സ്ട്രേറ്റ്സും കല്ലും ഹൈഡിങ് സ്പേസും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായി. ഇവർക്ക് എന്ത് തീറ്റ വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫുഡ് ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം സന്തോഷം. പിന്നെ PH ഒക്കെ ആണെങ്കിൽ 6.4 to 7.5 എല്ലാം നോർമൽ എന്ന് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇവർക്ക് വരാറില്ല. കൂടുതലായും കാണുന്നത് ഈ സിമ്പിളായിട്ട് അതുപോലുള്ള ഡിസീസൊക്കെ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഇവരെ മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങൾ തീരെ ചെറുതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടെ വെയിറ്റ് ചെയ്തേ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയും കൂടെ നമ്മൾ ഇതിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏതായാലും നമ്മുടെ ടാങ്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവരെ ഇതിലേക്ക് മാറ്റി ഇടാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ തിരക്ക് പിടിച്ച് മാറ്റിയിട്ട് ഈ കുഞ്ഞുങ്ങൾ ചത്തു പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വിഷമമല്ലേ. നമ്മളിപ്പോൾ ഇത് നമ്മുടെ റൂമിൽ മുമ്പ് ചെയ്തൊരു പ്ലാന്റഡ് അക്വേറിയം ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഇത് വെച്ചിട്ടുള്ളത്. പുറത്തുള്ള ടെമ്പറേച്ചറിലേക്ക് ഇപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് കൊണ്ടുപോയി സഡൻലി ഒരു ചേഞ്ച് വന്ന് ഈ കുഞ്ഞുങ്ങൾ ഇത്രയും കുഞ്ഞുങ്ങളുള്ളതല്ല, അവരെ നമ്മൾ ഉപദ്രവിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം കൂടെ ഇതിൽ തന്നെ നിർത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ നല്ല വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ ബൈ.